ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞായറാഴ്ച കണ്ടിട്ട് ഞാനും മോളും കൂടി രാവിലെ തന്നെ തോന്നക്കിൽ അമ്മയുടെ വീട്ടിൽ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് പോത്തങ്കോട് മാർക്കറ്റിൽ കയറി ഒരു മീനും കൂടി വാങ്ങിച്ച് മീൻ വാങ്ങിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നല്ല തിരക്കായിരുന്നു. വന്നുടനെ തന്നെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ചട്ടി എടുക്കാൻ പറഞ്ഞു. ചട്ടി ചെറിയ ചട്ടിയായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. മീനിന്റെ മണം കിട്ടിയതേ ഉള്ളൂ. ആ പൂച്ചക്കുട്ട ഓടി എത്തിയിട്ട് എനിക്കാണോ ഈ മീൻ കഴിക്കാൻ എന്ന ഭാവത്തിൽ നന്നായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ മീനിനെ എടുത്ത് ഉയർത്തി കാണിച്ചു. മീനിന്റെ കണ്ണ് നല്ല ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ അമ്മ മീന് കട്ട് ചെയ്യാൻ തുടങ്ങി. മീന് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും കട്ട് ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല. അമ്മ വളരെയധികം കഷ്ടപ്പെട്ടാണ് കട്ട് ചെയ്തത്. നമ്മൾ പിന്നെ വന്നപ്പോഴത്തേക്ക് കുറച്ച് സിപ്പപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ ഇതാ ആമിയും കാർത്തികയും കൂടി സിപ്പപ്പ് കുടിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ ആദ്യം മീൻ കട്ട് ചെയ്തപ്പോഴത്തേക്കും പൂച്ചക്കുട്ടൻ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം എന്താ അവൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടി വിളിച്ചുകൊണ്ട് ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്നാണല്ലോ. അങ്ങനെ രണ്ട് പൂച്ചക്കുട്ടന്മാരും അവരുടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ ഫുഡിന് എപ്പോഴാണോ എന്തോ. അപ്പോൾ ദാ ഒരു സിപ്പപ്പ് മോളെ എനിക്കും കൂടി കൊണ്ടുതന്നു. അങ്ങനെ ഞാനും കൂടി ആ സിപ്പപ്പ് കുടിച്ച്. അമ്മ ദാ മീനിൻ്റെ തൊലിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് എടുത്തോണ്ടിരിക്കും. അപ്പോഴേക്കും പൂച്ചക്കുട്ടൻ ദാ അതിൻ്റെ വാലിക്കിടന്ന് പിടിക്കുന്നു അതിനെ തിന്നാൻ വേണ്ടി. മീൻ അങ്ങനെ ഇതാ കട്ട് ചെയ്ത് തീരാറായി. അമ്മ ദാ മീനിൻ്റെ തല കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പീസുകളും കൂടി കട്ട് ചെയ്താൽ ഇതിൻ്റെ ജോലി മീനിൻ്റെ അകത്തുണ്ടായിരുന്ന പരുവാണിത്. അതാ മീൻ അമ്മ കട്ട് ചെയ്ത് തീർന്നു. ഇനിയിപ്പോൾ ഇതാ കഴുകി എല്ലാം എടുത്തിട്ട് നമുക്കിനി കറി വയ്ക്കാൻ പോവാം. ഇവിടെ ഒരു കാക്ക ഇരിപ്പുണ്ട്. ഒരു കറുത്ത പൂച്ചയും കൂടി വന്നായിരുന്നു. പിന്നെ ഇതാ നമ്മളെ പൂച്ചക്കുട്ടന്മാരും എല്ലാവരും കൂടി മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കറി വയ്ക്കാനുള്ള ചേരുവകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അമ്മ ചട്ടി അടുപ്പിൽ വെച്ച് പിന്നെ ഇതാ ചെറിയ ഉള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുക്കും. അത് കറക്റ്റ് പാകമായപ്പോൾ അമ്മ ഇതാ മുഴുവൻ ചെറിയ ഉള്ളിയാണ് പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പച്ച ചുവ മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് പുളിയും ചേർത്ത് ഒഴിച്ച് നമ്മുടെ ഗ്രേവി റെഡിയാക്കി. അപ്പോഴേക്കും എന്താ നല്ലൊരു തണുത്ത നാരങ്ങ വെള്ളം കിട്ടി. കുറച്ച് കസ്കസും കൂടി ഇട്ട്. അപ്പോൾ നല്ല സൂപ്പർ നാരങ്ങ വെള്ളമായിരുന്നു. അമ്മയാണ് മീൻ കട്ട് ചെയ്തതെങ്കിൽ എനിക്കാണ് ക്ഷീണം എന്ന രീതിയായിരുന്നു. അപ്പോൾ ഇതാ ഗ്രേവി എല്ലാം സെറ്റ് ചെയ്തിട്ട് അമ്മ പുറത്ത് മീൻ കൊണ്ടുവച്ച് അടുപ്പിലാണ് തയ്യാറാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതാ തലയെല്ലാം ആ ഗ്രേവിയിലിട്ടു. മീൻ കഷ്ണങ്ങളും ഇട്ട് അടുപ്പേറ്റി എടുത്ത് അടച്ചു കൊടുത്തിട്ട് തീടുകയാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ പരുവിനെയാണ് ഫ്രൈ ചെയ്യുന്നത്. അതെല്ലാം വേവുന്ന സമയത്ത് അമ്മ ആ ടേബിളിലിരുന്ന് മാങ്ങ എടുത്ത് കട്ട് ചെയ്യണം. ഞാനും അമ്മയും കൂടി ഇരുന്ന് കഴിച്ചു. അതിനുശേഷം എന്താ നമ്മുടെ തല അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് എല്ലാവർക്കും ചോറിട്ട് ആമിമോളും കാർത്തികയും കൂടി ചോറ് കഴിക്കുന്നു. ഇപ്പുറത്ത് ഞാനും അമ്മയും കൂടി ഇരുന്ന് കഴിക്കണം. അവരെല്ലാവരും കൂടിയാണ് ഈ തല ഇങ്ങനെ കഴിക്കാൻ പോകുന്നത്. എല്ലാവരും അടികൂടിയാണ് കഴിക്കുന്നത്. ഇതൊക്കെ ഒരു ഹാപ്പിനെസ് തന്നെ. ഇതൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ മാത്രമേ ഈ ഒരു രസം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഈ മുള്ളുകളെല്ലാം കണ്ടാൽ ഇതൊരു തലയായിരുന്നെന്ന് വിശ്വസിക്കാനേ കഴിയില്ല. ആ രീതിയിലാണ് എല്ലാവരും കൂടി ഈ തലയെ കഴിച്ചത്. മീനും മരിച്ചിനിയും ചോറും എല്ലാം കൂടി അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ പോകണം. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ലോകത്ത് ഏത് ഹോട്ടലിൽ പോയാലും അമ്മയുടെ കൈപ്പുണ്യം അതൊന്ന് വേറെ. ഇത്രയേ ഉള്ളൂ വീഡിയോ.